അങ്ങനെ ഞാനും അമ്മയും അനിയന്റെ കുട്ടി ആയിട്ട് ഫ്ലവർ ഷോ കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഇവിടെ എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഒരു ആൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വന്നിട്ട്. അപ്പം ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് 2 ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫ്ലവർ ഷോ കാണുന്നത്. ഫ്ലവർ ഷോ എന്നല്ല, അമ്മ അങ്ങനെ വീടിന്റെ പുറത്തോട്ടൊന്നും പോവാറില്ല അധികം. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ച് ആൾ ഡെസ്പായപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ആൾ എൻ്റെ കൂടെ വന്നത്. ഇത് എൻ്റെ കിച്ചു, എൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വിൽപ്പനയ്ക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻസ് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അമ്മ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കൂടി മേടിച്ചുകൊണ്ട് പോകാൻ പറ്റി, അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ നിർണ്ണയിച്ചത്. പക്ഷെ നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും കയ്യിലില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ രണ്ട് ചെടികൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ ഇവിടെ പോകാനായിട്ട് കാരണം അമ്മേനെ ഹാപ്പി ആക്കണം. പിന്നെ അതോടെ തന്നെ കൂടാതെ തന്നെ എനിക്ക് ഒരു റോസും കൂടി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. എല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒത്തിരി ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള സെഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് പോസ്റ്റ് ചെയ്ത് തരുവാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ. അപ്പോൾ വളരെയധികം എന്താ പറയാ, വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ നല്ല സെറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ നമുക്ക് നടന്ന് എല്ലാം കാണാനും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു അക്വ ഫ്ലവർ ഷോ കൂടിയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഫിഷിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. പേരൊന്നും അറിയത്തില്ല. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ റോസിന്റെ വെറൈറ്റി ഓഫ് റോസസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. മഞ്ഞയും അതുപോലെ തന്നെ റോസും പിങ്കും വൈറ്റും റെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ജമന്തി ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ജമന്തീസ് ഉണ്ടായിരുന്നു. പിന്നെ പേരറിയാൻ പറ്റില്ലാത്ത ഒത്തിരി പൂക്കളും ഉണ്ടായിരുന്നു. എല്ലാം കൂടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഓരോരോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ആയിരുന്നു കേട്ടോ ഫിഷ്. ഇതിന് നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഇതുപോലെ ഫിഷിനെ കൊടുക്കുന്നത്. നമ്മുടെ ആൾക്ക് പിന്നെ പേടിയായത് കാരണം കൊണ്ടിട്ട് ഇതിനകത്തൊന്നും കൈയിട്ട് എടുക്കാനൊന്നും ആള് മുതിർന്നില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കി, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. അവനെ ഫുഡ് ഫീഡ് ചെയ്യാനായിട്ടൊന്നും അവന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ആൾക്ക് ഇത്തിരി പേടി കൂടുതലാണ്. അതുകൊണ്ടിട്ട് അങ്ങനെ വലിയ സാഹസികത്തിനൊന്നും മുതിരാൻ വേണ്ടി പോയില്ല. അപ്പൊ ഇതെല്ലാം കണ്ടു. ആൾക്ക് അവിടെ നിന്ന് വരാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് വലിച്ചോണ്ട് പോയതാണ് കേട്ടോ. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം, ആൾക്ക് സുഭാഷ് പാർക്കിലും കൂടി പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെടികൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്, അതും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. നടന്ന് വന്നപ്പോഴത്തേക്കും ഇതുപോലെ പേരറിയാത്ത ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നീളമുള്ള മീന്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ സ്റ്റാളിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ വെറൈറ്റി ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് മാർട്ടിൽ പോയി. ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. 80 രൂപയായിരുന്നു ഒരു കപ്പിന്. അങ്ങനെ അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ കാരണം കൊണ്ടിട്ട് അമ്മയ്ക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് ചുമയായത് കാരണം കൊണ്ട് തണുത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ കാരണം കൊണ്ടിട്ട് ആളെ ഞാൻ നിർബന്ധിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് അവൻ ഐസ്ക്രീം കഴിച്ചു, ഞാനും ജ്യൂസ് കുടിച്ചു. അതിന് ശേഷം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയാസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിച്ചുവിനെ ആക്ടിവിറ്റീസ് ഏരിയയിലോട്ടൊക്കെ കടത്തി വിട്ട് അവൻ അധികം ആദ്യമൊക്കെ ഒന്ന് പേടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ആള് ഭയങ്കര ടയേർഡായി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ സുഭാഷ് പാർക്കിലോട്ടാണ് പോയത്. സൺഡേ ആയത് കാരണം കൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കളിക്കാനൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഡിസംബർ 7 വരെയാണ് ഈ ഒരു ഷോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും വന്ന് മസ്റ്റായിട്ട് കാണണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.